നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ അടുത്ത പാർട്ട് കേൾക്കാം. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് രാഹുൽ തന്നോട് പറഞ്ഞു തീർത്ത കഥകളെല്ലാം ഉൾക്കൊള്ളാൻ അതിഥിക്ക് അല്പം സമയമെടുത്തു. കഴിഞ്ഞ കുറച്ചു മണിക്കൂറിനുള്ളിൽ അവൾക്ക് ചുറ്റുമുള്ളതിനൊന്നും വലിയ മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിലും അവളുടെ മനസ്പരിചിതമല്ലാത്ത ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ച് തിരിച്ചറിഞ്ഞ സത്യങ്ങളെ എങ്ങനെ ജീവിതവുമായി ചേർത്ത് വയ്ക്കണമെന്നറിയാതെ കുഴങ്ങി. 1000 ചോദ്യങ്ങൾ അവനോട് ചോദിക്കാൻ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അവളുടെ വായിൽ നിന്നും പുറത്തു വന്നത് ഒരേയൊരു ചോദ്യമാണ്: മിഴി. അവൾക്ക് പിന്നെ എന്ത് സംഭവിച്ചു? രാഹുൽ ആ ചോദ്യം പ്രതീക്ഷിച്ച പോലെ ദീർഘനിശ്വാസത്തോടെ കസേരയിലേക്ക് ചാരിയിരുന്നു. ശരൺ ബാംഗ്ലൂരിൽ വന്ന ശേഷം പഴയതെല്ലാം മറക്കാൻ ശ്രമിച്ചു. എനിക്കും സാമിനുമൊപ്പം ഇവിടെ താമസിച്ചു. ഇനി ഒരിക്കലും ഒരാളെയും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഡയറിയിലൂടെ നീ കയറി വന്നപ്പോൾ അവനത് ഒരുപാട് പ്രതീക്ഷകൾ നൽകി. ശരൺ നിന്നോട് കാണിച്ച സ്നേഹത്തിൽ അല്പം പോലും കള്ളമുണ്ടായിരുന്നില്ല. നീ നാട്ടിൽ പോയി വന്ന ശേഷം നിന്നോടെല്ലാം പറയണമെന്ന് അവൻ തീരുമാനിച്ചതുമാണ്. പക്ഷേ നീ പോയി കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചപ്പോൾ അവിടെ അവനെ കാത്തിരുന്നത് പണ്ടൊരിക്കൽ അവൻ്റെ വിരലിൽ ഇടാൻ കഴിയാതെ പോയ മോതിരവുമായി നിൽക്കുന്ന മിഴിയാവുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആ ആക്സിഡന്റിൽ നഷ്ടമായ ഓർമ്മകൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് അവൾ നേരെ ഇറങ്ങി വന്നത് അവൻ്റെ അടുത്തേക്കാണ്. അമ്മയും അനിയത്തിയും താൻ കാരണം മരണപ്പെട്ടെന്ന സത്യം ഉൾക്കൊള്ളാൻ പോലും കഴിയാതെ പൂർണ്ണമായും തകർന്ന മനസ്സോടെ അവസാന പ്രതീക്ഷയെന്നോണം അവൾ അവൻ്റെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ അവളെ ചേർത്ത് നിർത്തുക എന്നല്ലാതെ അവന് വേറൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിന്നെക്കുറിച്ചുള്ള ഒരു സത്യത്തെയും ഉൾക്കൊള്ളാൻ ആ അവസ്ഥയിൽ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. എവിടെ അവസാനിച്ചെന്ന് തോന്നിയോ അവിടെ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവൾക്ക് കൊടുക്കാൻ കഴിയുന്ന ആകെ പ്രതീക്ഷ ആ എൻഗേജ്മെൻ്റ് ആയിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞ് നിന്നോട് മാപ്പ് പറയാൻ വേണ്ടിയാണ് അന്നവൻ നിന്നെ കാണാൻ ബാംഗ്ലൂരിൽ വന്നത്. പക്ഷെ ഒരു കാരണവും കേൾക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല നീയും. നിന്നെ കണ്ട ശേഷം ഫ്ലാറ്റിലേക്ക് വന്ന അവനോട് ലയ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനും സാമും ഇതെല്ലാം ചോദിച്ചത്. നിന്നോടുള്ള പ്രണയത്തിലും ഞങ്ങളോടുള്ള സൗഹൃദത്തിലും വഞ്ചന കാണിച്ചു എന്നതോർത്ത് അത്രയും ദേഷ്യം എനിക്കവനോടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെക്കാളേറെ അവൻ വേദനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അവൻ നിന്നോട് ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്. പക്ഷെ ഒരിക്കലും മനഃപൂർവ്വം നിന്നെ വേദനിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടില്ല. വീണ്ടും നിന്നെ കാണണമെന്നും മാപ്പ് പറയണമെന്നും അവൻ ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. കാരണമറിയാതെ മുന്നോട്ട് നടക്കാൻ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാവും എല്ലാവർക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. പിന്നെ മിഴി. അവൾക്കിപ്പോഴും ഇതൊന്നും അറിയില്ല. ഒരായുസിൽ ഒരാൾക്ക് താങ്ങാവുന്നതിൻ്റെ പരമാവധി വേദനകളിലൂടെ അവൾ ഇതിനോടകം കടന്നു പോയിട്ടുണ്ട്. തന്നെ മാത്രം സ്നേഹിച്ചു കൂടെ നിൽക്കുന്ന ശരണിലാണ് അവളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള മുഴുവൻ പ്രതീക്ഷകളും. അവൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നറിയിച്ച് നമ്മളവളെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിടുന്നത് എന്തിനാണ്? രാഹുൽ അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നിസ്സഹായമായ മുഖമുണ്ടാവുമെന്ന് ഉറപ്പുള്ള മിഴിയെക്കുറിച്ച് ആലോചിച്ചാണോ? അതോ ഇതൊന്നും അറിയാതെ ഒരിക്കൽ സ്നേഹിച്ചത് കൊണ്ട് മാത്രം വേദനിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട സ്വന്തം ജീവിതം ഓർത്താണോ തൻ്റെ കണ്ണു നിറയുന്നതെന്ന് അതിഥിക്ക് മനസ്സിലായില്ല. രാഹുൽ നീട്ടിയ ടിഷ്യൂ വാങ്ങി അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. അതിഥി, നീ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞങ്ങൾ ഇതെല്ലാം നിന്നിൽ നിന്നും മറച്ചു പിടിച്ചത്. ഞങ്ങളോ? അവൾ നനവുണങ്ങാത്ത കണ്ണുകളോടെ അവനെ നോക്കി. നീ കൊൽക്കത്തയിലേക്ക് വന്ന ശേഷം നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ശരണിൻ്റെ കാര്യങ്ങൾ പറയാനും വേണ്ടി ഞാൻ ലയയെ വിളിച്ചിരുന്നു. പിന്നെ സംസാരം ഒരു പതിവായി മാറി. ആ സമയത്തൊക്കെ എൻ്റെയും അവസ്ഥ വളരെ മോശമായിരുന്നു. ശരൺ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവൻ്റെ ഭാഗം കേൾക്കേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവനെ വെറുത്തെങ്കിലും അവനില്ലായ്മയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിഞ്ഞേനെ. അവനെയോ നിന്നെയോ എങ്ങനെ സഹായിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. മനുഷ്യർ ഏറ്റവും കൂടുതൽ നിസ്സഹായരായി പോകുന്ന ചില അവസ്ഥകളുണ്ട്. നമുക്കൊരുപാട് വേണ്ടപ്പെട്ടവർ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വേദനിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ അത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് അത്ര എളുപ്പമല്ല. ഒരു പക്ഷേ മിഴിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇത്ര പെട്ടെന്ന് മുന്നോട്ട് നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ദേ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന അതിഥിയിലേക്ക് നീ നടന്നെത്തും വരെ നിന്നെ ഒന്നും അറിയിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കഴിഞ്ഞ 3 വർഷങ്ങളിൽ നിന്റെ കൂടെ നിന്ന പോലെ ലയ എൻ്റെ കൂടെയും നിന്നിട്ടുണ്ട്. നീ പോലും അറിയാതെ ഞാൻ അത്രയും വിലമതിക്കുന്ന ഒരു സൗഹൃദം നീ എനിക്ക് തന്നിട്ടുണ്ട്.
ഇതിനിടയ്ക്ക് ഒരുപാട് തവണ ഞാനും ലയയും കണ്ടുമുട്ടിയിട്ടുണ്ട്. നീ ഋഷിയെ കാണാൻ വന്ന ദിവസം ദൂരെ നിന്ന് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂരിൽ ഞാൻ കണ്ട അതിഥിയുമായി നിനക്കൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. അതെന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു വന്നപ്പോൾ അറിയാതെ അവൻ്റെയും കണ്ണു നിറഞ്ഞു. അപ്പോൾ താൻ ഈ ലെറ്റർ എഴുതിയ കാര്യം ലയയ്ക്ക് അറിയാമായിരുന്നോ എന്നാണോ? അതിഥി വിശ്വാസം വരാതെ ചോദിച്ചു. ഈ ലെറ്റർ എഴുതാനുള്ള ഐഡിയ പറഞ്ഞു തന്നത് തന്നെ അവളാണ്. അവൻ ചിരിച്ചുകൊണ്ട് കണ്ണു തുടച്ചു. കുറച്ച് ഡ്രാമാറ്റിക് ആവും, വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ നിന്നെ കുറച്ച് വട്ടം കറക്കണമെന്ന് അവൾക്കൊരേ വാശി. ഇത്രയും രഹസ്യങ്ങൾ ലയ തന്നിൽ നിന്നും മറച്ചു പിടിച്ചെന്ന് വിശ്വസിക്കാൻ അതിഥിക്ക് കഴിഞ്ഞില്ല. ആ കത്തുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലയ പറഞ്ഞ മറുപടികൾ അവൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ പെട്ടെന്നെന്താ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയണമെന്ന് തോന്നിയത്? ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നേരിട്ട് പിന്നീടൊരിക്കലും ഇത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നി. എന്നുവെച്ചാൽ? അവൾ സംശയഭാവത്തിൽ അവനെ നോക്കി. മറ്റന്നാൾ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് പോലും എനിക്കുറപ്പില്ല. 2 വർഷം മുൻപേ ശരണിൻ്റെയും മിഴിയുടെയും കല്യാണം കഴിഞ്ഞു. അന്നവിടെ പോകാനോ അവനെ കാണാനോ എൻ്റെ മനസ്സ് പാകപ്പെട്ടിരുന്നില്ല. കല്യാണശേഷം അവർ മുംബൈയിലേക്ക് താമസം മാറി. ഞങ്ങളിപ്പോഴും സംസാരിക്കാറുണ്ട്. പോകുന്നതിന് മുൻപേ അവരെ ഒന്ന് കാണണമെന്ന് തോന്നി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഓർമ്മകളിൽ ചിലതൊക്കെ അവൻ്റെ ഒപ്പമുള്ളതാണ്. അപ്പോൾ അമ്മ മരിച്ചിട്ടിപ്പോൾ 1.5 വർഷം കഴിയുന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു മയങ്ങാൻ കിടന്ന അമ്മ പിന്നെ ഒരിക്കലും കണ്ണു തുറന്നില്ല. പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അമ്മ ആ സമയത്ത് മരിച്ചു പോയത് നന്നായെന്ന് എനിക്ക് തോന്നാറുണ്ട്. റിട്ടയർഡ് ആയ ശേഷം കുറേ കാര്യങ്ങൾ ചെയ്ത് ജീവിതം തിരക്കുള്ളതാക്കി വയ്ക്കാൻ അമ്മ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും മുഖത്തെപ്പോഴും വല്ലാത്തൊരു വിഷാദം വലിഞ്ഞു മുറുകിയിരുന്നു. അച്ഛനോടുള്ള സംസാരം പെട്ടെന്നൊരു ദിവസം നിന്നു. അമ്മ നോർമലായി പെരുമാറാൻ തുടങ്ങി. അമ്മയുടെ നോർമലായ അവസ്ഥ അച്ഛൻ്റെ മരണത്തെ ഉൾക്കൊള്ളുക കൂടിയാണല്ലോ. അതിൽ പിന്നെ വലിയ മിണ്ടാട്ടമില്ലാതെ മുറിയിൽ അടച്ചിരിപ്പായി. ഒരാഴ്ചയെ അങ്ങനെ ഇരിക്കേണ്ടി വന്നുള്ളൂ. അച്ഛനില്ലായിക അത്രയൊക്കെ അമ്മയ്ക്ക് താങ്ങാനും കഴിയുമായിരുന്നുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ വീട്ടിലേക്ക് പോയിരുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ തറവാട്ടിലെ ഇടുങ്ങിയ മുറികളും കാവും ഗുളികൻ തറയും അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന നിശബ്ദതയുമെല്ലാം ഒരു 10 വയസ്സുകാരൻ്റെ ഏകാന്തതയെയും വീർപ്പുമുട്ടലുകളെയും സങ്കടങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ എനിക്ക് നൽകുകയുള്ളൂ. എനിക്കിനിയെങ്കിലും ഒന്ന് ജീവിക്കണം. തിരിച്ചു വരാൻ ഇനിയൊന്നും ശേഷിക്കാത്തതുകൊണ്ട് സമാധാനമായി ഇറങ്ങിപ്പോകാം. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഉള്ളിൽ പിടിച്ചു വെച്ച സങ്കടം അവൻ്റെ മുഖത്തു നിന്നും അവൾക്ക് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൾ നോക്കി. അതിഥി, ഞാൻ നാളെ ശരണിനെ കാണാൻ മുംബൈയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് എനിക്ക് ജർമ്മനിക്ക് ഫ്ലൈറ്റ്. കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് ഞാൻ 2 ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നിനക്ക് വേണ്ടിയാണ്. ഇതൊന്നും പറയാതെ ഒരിക്കലും നിന്റെ മുൻപിലേക്ക് കടന്നു വരാതെ എനിക്ക് പോകാമായിരുന്നു. പക്ഷേ ശരണിനെക്കുറിച്ചുള്ള നിന്റെ ഓർമ്മകളിൽ നല്ലതു മാത്രം നീ സൂക്ഷിച്ചു വെക്കണം എന്നൊരു തോന്നൽ. അവനിപ്പോൾ അവളുടെ കൂടെ ഹാപ്പിയാണ്. പക്ഷെ ഉള്ളിലിപ്പോഴും നിന്നോട് ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധം അവനിൽ ബാക്കിയുണ്ട്. ദേ, നീ ഇപ്പോൾ എല്ലാം മറന്ന് അടിപൊളിയായി ജീവിക്കുന്നില്ലേ? അതിനുവേണ്ടി നീ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം നിന്നെ സ്നേഹിക്കുന്ന കുറച്ചുപേരുടെ കരുതൽ കൂടി നിനക്ക് കാവലായിട്ടുണ്ട്. അവനും അങ്ങനെയൊരു ജീവിതം അർഹിക്കുന്നില്ലേ? ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. തീരുമാനം നിന്റെയാണ്. നാളെ രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. നീ ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക്. അവൻ പോക്കറ്റിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ടേബിളിൽ അവൾക്കടുത്തേക്ക് നീക്കിവെച്ചു. ഒരു വൈകുന്നേരത്തെക്കുറിച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷെ സമയം ഇപ്പോൾ 8 മണിയാവാറായി. ഞാൻ ഇറങ്ങട്ടെ. നീ നന്നായി ആലോചിക്ക്. അവൻ കസേര നീക്കി എഴുന്നേറ്റു. താഴേക്കുള്ള പടികളിറങ്ങുന്നത് കണ്ണിൽ നിന്നും മായുന്നവരെ അവൾ നോക്കി നിന്നു. ടേബിളിൽ അവൻ വെച്ചുപോയ ടിക്കറ്റ് അവൾ മെല്ലെ കയ്യിലെടുത്തു. കോഫി ഷോപ്പിൽ ലൈറ്റുകൾ ഒന്നൊന്നായി അണഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ ചുറ്റും നോക്കി. മുറിഞ്ഞുപോയ സംഭാഷണങ്ങളുടെ നിശബ്ദത പേറി ടേബിളുകൾ ഒഴിഞ്ഞുകിടന്നു. അവളുടെ കയ്യിലിരിക്കുന്ന കട്ടിയില്ലാത്ത ആ കടലാസ് കഷ്ണം മനസ്സിൽ ഏൽപ്പിച്ച ഭാരം വലുതായിരുന്നു. ഇന്നലകളിൽ തൻ്റെ കഥയുടെ ഭാഗമായി തീർന്ന മുഖങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അവൾ ഫ്ലാറ്റിലേക്ക് ഡ്രൈവ് ചെയ്തു. നമുക്ക് താങ്ങാവുന്നതിലും അധികം ചിന്തകളും വേദനകളും മനസ്സിനെ കീഴ്പ്പെടുത്തുമ്പോൾ അല്പനേരം അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നും ആലോചിക്കാതെ കിടക്കുന്നത് പണ്ടേ ശീലമായതിനാൽ ഫ്ലാറ്റിലെത്തിയ പാടെ അവൾ കിടക്കയിലേക്ക് വീണു. എത്ര സമയം അങ്ങനെ മയങ്ങിയെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. പുലർച്ചെ 2 മണിയോടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് എഴുന്നേറ്റത്. പാതിയടഞ്ഞ കണ്ണുകളോടെ അവൾ ഫോണിലേക്ക് നോക്കി. ലയയുടെ കോളാണ്. രാഹുൽ പറഞ്ഞതെല്ലാം വീണ്ടും ഓർത്തെടുത്തുകൊണ്ട് അവൾ ഫോൺ എടുത്തു. അമ്മോ, നിനക്കെന്നോട് ദേഷ്യമാണോ? ലയ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. എനിക്കെപ്പോഴെങ്കിലും നിന്നോട് ദേഷ്യപ്പെടാൻ കഴിയുമെന്ന്
നിനക്ക് തോന്നുന്നുണ്ടോ? ദേഷ്യമല്ല, എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടങ്ങളാണുള്ളത്. ഇത്രയും കാര്യങ്ങൾ എന്നിൽ നിന്നും മറച്ചുവെക്കാൻ നിനക്കെങ്ങനെ കഴിഞ്ഞെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കൽ പോലും നിനക്കെന്നോട് ഇതൊന്നും പറയണമെന്ന് തോന്നിയില്ലേ? അമ്മു, ഐ ആം സോറി. നിന്റെ കണ്ണിൽ എൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ ശരിയായിരിക്കണമെന്നില്ല. പക്ഷേ നീ ഇനി ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി കരയുന്നത് കാണാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. ഒരാൾ എത്ര തന്നെ പ്രിയപ്പെട്ടതാണെങ്കിലും അവരോടുള്ള സ്നേഹം നിങ്ങൾക്ക് വേദന മാത്രമേ നൽകുന്നുള്ളൂവെങ്കിൽ അത് അവസാനിപ്പിച്ച് മുന്നോട്ട് നടക്കേണ്ടതുണ്ട്. അത് അനുഭവത്തിലൂടെ നീ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു ഫോൺ കോളിനപ്പുറത്ത് നാളെ ഞാൻ ഇല്ലെങ്കിൽ പോലും തനിയെ നീ ജീവിതത്തെ നേരിടാൻ പ്രാപ്തിയാവേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിതെല്ലാം പറയാതിരുന്നത്. നിന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകളിലും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. ഒരു ചെറിയ പ്രശ്നത്തെ പോലും നേരിടാൻ പേടിച്ച് നീ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും പഴി കേൾക്കുമ്പോഴും ആരെന്തു പറഞ്ഞാലും അതപ്പാടെ വിശ്വസിക്കുന്ന നിന്നിൽ നിന്ന് സ്വന്തമായ നിലപാടുകളുള്ള ബന്ധങ്ങൾക്ക് കൃത്യമായ ബൗണ്ടറികൾ സൂക്ഷിക്കുന്ന ഇന്നത്തെ അതിഥിയിലേക്കുള്ള മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ കോളേജിലുണ്ടായ ഒരു ജൂനിയറിനെ കണ്ടു. സംസാരത്തിനിടയിൽ അവൾ എന്നോട് പറഞ്ഞു, അതിഥി ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി അറിയാറുണ്ട്. ചേച്ചി ഒരുപാട് മാറി. പണ്ടത്തെ ഒരു നിഷ്കളങ്കത ഇപ്പോഴില്ലെന്ന്. ആ മാറ്റം ഒരു വലിയ കുറ്റമായാണ് അവർ കാണുന്നത്. പക്ഷെ മാറ്റമില്ലാതിരുന്നതിനാൽ അവിടെ വളർച്ചയുണ്ടാവില്ലല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ എല്ലാം മാറേണ്ടതുണ്ട്. എല്ലാത്തിനോടും യെസ് പറഞ്ഞ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും നല്ല കുട്ടിപ്പട്ടം വാങ്ങി നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല. അതുകൊണ്ട് എനിക്ക് മാറ്റമൊന്നുമില്ലെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി കാണേണ്ടതില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നീ ഒരുപാട് മാറിയിട്ടുണ്ട് അമ്മു. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നിന്റെ അടുത്തു നിന്ന് മറച്ചു വെച്ചതിൽ എനിക്കൊരു തരി പോലും കുറ്റബോധമില്ല. കണ്ടതും കേട്ടതുമെല്ലാം വന്നു പറഞ്ഞ് ദിവസവും സംസാരിച്ചതുകൊണ്ട് ഒരാൾ നല്ല ഫ്രണ്ടാവണമെന്നില്ല. മറ്റൊരാളുടെ വളർച്ചയ്ക്ക് തടസ്സമാവുന്ന, അവരെ വേദനിപ്പിക്കുമെന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതും കൂടിയാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ്. ലയ ഒറ്റശ്വാസത്തിൽ പറഞ്ഞവസാനിപ്പിച്ചു. അതിഥി പെട്ടെന്ന് അതിന് മറുപടി പറഞ്ഞില്ല. അവൾ ഫോണുമായി ഹാളിലേക്ക് നടന്നു. ലയ പറഞ്ഞതും ശരിയാണ്. തൻ്റെ ഇഷ്ടങ്ങളും തെരഞ്ഞെടുപ്പുകളുമല്ലാത്ത ഒന്നും ഇപ്പോൾ തൻ്റെ ജീവിതത്തിലില്ല എന്നവൾ ഓർത്തു. ലയ, നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുട്ടിക്കാലം മുതലേ ചുറ്റും എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തനിച്ചാണെന്നൊരു ചിന്ത എന്നെ പൊതിയുമായിരുന്നു. ഞാൻ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവാറില്ല. എൻ്റെ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും വേണ്ടത്ര പരിഗണന കിട്ടിയിരുന്നില്ല. ആ ഏകാന്തതയിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു ഡയറിയിലെ മഹാദേവിനുള്ള കത്തുകൾ. നീയും ആദിയും സാക്ഷിയും എല്ലാവരും കൂടെയുണ്ടായിട്ടും എനിക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ച പോലെ, എനിക്ക് വേണ്ടി നിലകൊണ്ട പോലെ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും സ്നേഹം ഞാൻ അർഹിക്കുന്നുണ്ടോ എന്നുവരെ തോന്നാറുണ്ട്. എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഒരാൾക്ക് വേണ്ടപ്പെട്ടവരാവാൻ കഴിയൂ എന്നൊന്നുമില്ല. നമ്മൾ പോലും അറിയാത്ത പല വിധത്തിൽ നമ്മൾ മറ്റൊരാളെ സ്വാധീനിക്കുന്നുണ്ടാവാം. നീ നിനക്ക് വേണ്ടി നിലകൊണ്ട് ജീവിക്കുന്നത് തന്നെ ഒരുപാട് പേർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ നൽകുന്നുണ്ടാവും. പിന്നെ എനിക്ക് വേണ്ടി നീ ചെയ്തു തരേണ്ട ഒരേയൊരു കാര്യം സന്തോഷമായി ജീവിക്കുക എന്നത് മാത്രമാണ്. സത്യം പറഞ്ഞാൽ നീ എനിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റ് പോലെയാണ്. ലൈഫിൽ ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് നീ കയറി വരും. പിന്നെ അതിന് പരിഹാരം കാണുന്നതും അതിനിടയ്ക്ക് നിന്നെ കുറെ തെറി വിളിക്കുന്നതും എനിക്കൊരു നേരം പോക്കാണ്. ലയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിനക്കൊരുപാട് ബോറടിച്ചു കാണുമല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രശ്നങ്ങളും പരാതികളുമായി ഞാൻ അധികം നിൻ്റെ അടുത്ത് വന്നിട്ടില്ല. അവിടെയാണ് ട്വിസ്റ്റ്. നീ പോയപ്പോൾ രാഹുൽ വന്ന് കയറിയില്ലേ? പാവം, അവൻ ഈ ലെറ്ററിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ കഴുത്തിന് പിടിച്ചെഴുതിപ്പിച്ചതാണ്. ആദ്യ ലെറ്റർ വന്നപ്പോൾ നീ എന്നോടത് പറയാതിരുന്നത് സത്യത്തിൽ എനിക്കൊരു ഷോക്കായിരുന്നു. പക്ഷെ നിനക്ക് എന്നെപ്പോലെ രഹസ്യമൊന്നും സൂക്ഷിക്കാൻ കഴിവില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. രണ്ടാമത്തെ ലെറ്ററോടെ നീ ഫ്ലാറ്റ്. അത് വിടെ, അതിനെക്കുറിച്ചും 3 വർഷം പറയാതിരുന്ന ഒരുപാട് കാര്യങ്ങളും നമുക്ക് പിന്നെ വിശദമായി സംസാരിക്കാം. എന്തായി നിന്റെ തീരുമാനം? മുംബൈക്ക് പോകുന്നുണ്ടോ? അതിഥി ബാഗിൽ നിന്നും ടിക്കറ്റ് എടുത്തു നോക്കി. എനിക്കറിയില്ലല്ലയാ, കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവൾ ടിക്കറ്റുമായി സോഫയിലേക്കിരുന്നു. 1 മിനിറ്റ് കൊണ്ട് തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങൾ വരെ ജീവിതത്തിൽ ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഒരുപാട് ആലോചിക്കാത്തതാണ് നല്ലത്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നിയാലും അതിനിവിടെ പ്രസക്തിയില്ല അമ്മോ. നീ അറിയാതെ നിനക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൈ കടത്താൻ എനിക്ക് കഴിയില്ല. ഇത് നിന്റെ മാത്രം ചോയ്സാണ്. എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ബൈ, ഗുഡ് നൈറ്റ്. ലയയുടെ ഫോൺ കട്ട് ചെയ്ത ശേഷം അവൾ ടിക്കറ്റിലേക്ക് നോക്കി കുറച്ചു നേരം വെറുതെ ഇരുന്നു. ക്ലോക്കിലേക്ക് നോക്കി. സമയം പുലർച്ചെ 3:30 കഴിഞ്ഞിരുന്നു. പിന്നെ ഒന്നും ചിന്തിക്കാതെ ധൃതിയിൽ കുളിച്ചു വന്ന് ഷെൽഫിൽ ആദ്യം കണ്ട കുറച്ചു ഡ്രസ്സും പേഴ്സും ബാഗിലേക്ക് വലിച്ചിട്ട്
എയർപോർട്ടിലേക്ക് ഊബർ ബുക്ക് ചെയ്തു. എല്ലാ പാസഞ്ചേഴ്സും കയറി ബോർഡിംഗ് അവസാനിക്കാറായപ്പോഴാണ് അതിഥി ഓടിക്കിതച്ച് ഗേറ്റിനടുത്തെത്തിയത്. രാഹുൽ അതിനിടയിൽ ഒരിക്കൽ പോലും അവളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തില്ല. അവൾ ഫ്ലൈറ്റിൽ കയറി സീറ്റ് ലക്ഷ്യമാക്കി നടന്നു. പുറത്തേക്ക് മിഴികളൂന്നി വിൻഡോ സീറ്റിലിരുന്ന രാഹുലിന് അടുത്തായി ഒഴിഞ്ഞുകിടന്ന സീറ്റ് തൻ്റേതാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ലഗേജ് ക്യാബിനിലേക്ക് വെച്ച് അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് സീറ്റിലേക്കിരുന്നു. അവൾ വരുമെന്ന് നേരിയ പ്രതീക്ഷ പോലും അവനുണ്ടായിരുന്നില്ലെന്ന് അവൻ്റെ വിടർന്ന കണ്ണുകളിൽ നിന്നും വ്യക്തമായിരുന്നു. നീ എൻ്റെ 10,000 രൂപ കളഞ്ഞു, അവൻ മുഖത്തൽപ്പം നിരാശ വരുത്തിക്കൊണ്ട് പറഞ്ഞു. 10,000മോ? അവൾ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടെ അവനെ നോക്കി. നീ വരുമെന്ന് ലേയും വരില്ലെന്ന് ഞാനും ഒരു 10,000 രൂപയുടെ ബെറ്റ് വെച്ചിരുന്നു. ഞങ്ങളെക്കുറിച്ച് ഇത്രയും അറിഞ്ഞിട്ടും ലേയോട് പെറ്റുവയ്ക്കാനുള്ള ധൈര്യം ഞാൻ സമ്മതിച്ചു. എൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ എനിക്ക് വരെ തെറ്റുപറ്റിയാലും അവളുടെ ഊഹങ്ങൾ എല്ലാം ശരിയായിരിക്കും. അവൾ ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചു. സെക്കൻഡ് പാർട്ട്. രാവിലെ 8:30യോടെ ഫ്ലൈറ്റ് മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ബാഗേജ് ക്ലെയിമിൽ ലഗേജിന് കാത്തിരിക്കുന്നതിനിടയിൽ രാഹുൽ 2 കോഫി വാങ്ങി. അതിലൊന്ന് അവൾക്ക് നേരെ നീട്ടി. താങ്ക്സ്, ഇന്നലെ ശരിക്കും ഉറങ്ങാതിരുന്നത് കൊണ്ട് നല്ല തലവേദനയുണ്ട്, ഒരു കോഫി കുടിച്ചാലോ എന്ന് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അവൾ ആശ്വാസത്തോടെ പേപ്പർ കപ്പ് വാങ്ങി ചൂട് കോഫി കുടിച്ചു. എയർപോർട്ടിന് പുറത്തു കാത്തുനിന്ന് സാമും അഖിലും അവരെ കണ്ടതും സന്തോഷം കലർന്ന അമ്പരപ്പോടെ കൈവീശി. ഇവർ രണ്ടുപേരും വരുന്ന കാര്യം പറഞ്ഞതേയില്ലല്ലോ. അവൾ അവർക്ക് കൈകൊടുക്കുന്നതിനിടെ രാഹുലിനെ നോക്കി ചോദിച്ചു. നീ വരുന്ന കാര്യം ഇവർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സർപ്രൈസ് ആയില്ലേ? നിന്നെ കാണാനാണ് കൊൽക്കത്ത പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചില്ല. പണ്ട് എത്ര തവണ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ഞാൻ തള്ളിവിട്ടതാണെന്നറിയാമോ? അന്ന് അതിനുള്ള ധൈര്യമില്ലാത്ത ഇവനെ ഇന്ന് ഇത്രയും ധൈര്യം എവിടുന്ന് വന്നെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. സാം അതിഥിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി വണ്ടിയുടെ ഡിക്കിയിലേക്ക് വയ്ക്കുന്നതിനിടെ പറഞ്ഞു. നിന്റെ ലഗേജ് എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതല്ലേ, പിന്നെയും എവിടുന്ന നിനക്ക് വേറെയൊരു പെട്ടി? അഖിൽ രാഹുലിൻ്റെ ഭാരമുള്ള ട്രാവൽ ബാഗ് ഡിക്കിയിലേക്ക് കയറ്റാൻ അല്പം പാടുപെട്ടു. എല്ലാം കൊണ്ടുപോയാൽ ഞാൻ ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞ് എൻ്റെ സാധനങ്ങൾ ഒന്നും മര്യാദയ്ക്ക് എടുത്തു വയ്ക്കാൻ ഇവന്മാർ സമ്മതിച്ചില്ല. ഇവിടെയുള്ളതെല്ലാം അവിടെയും വാങ്ങാൻ കിട്ടും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലുമില്ല. രാഹുൽ അവൾക്ക് കേൾക്കാൻ പാകത്തിൽ അല്പം ശബ്ദം താഴ്ത്തി പറഞ്ഞു. സാധനങ്ങൾ വാങ്ങാൻ കിട്ടുമായിരിക്കും, പക്ഷെ ഇതുപോലെ നിന്നെ ഇത്ര സ്നേഹിക്കുന്ന ആളുകളെ കണ്ടുകിട്ടുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അവൾ ഡോർ തുറന്ന് അവനൊപ്പം പിറകിലെ സീറ്റിലേക്ക് കയറി. നിങ്ങൾ എപ്പോഴെത്തി? അവൾ സാമിനോടും അഖിലിനോടുമായി ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് എടുത്തു. എത്തുമ്പോൾ രാത്രിയായി. സിറ്റിയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ഈ കാറും റെന്റിനെടുത്ത് ഇന്നലെ ചെറുതായെന്ന് മുംബൈയിൽ കറങ്ങി. വലിയ ബ്ലോക്ക് ഇല്ലാതിരുന്നതിനാൽ അഖിൽ വേഗത്തിൽ ഡ്രൈവ് ചെയ്തു. അതിഥി, പഴയ കാര്യങ്ങൾ ഓർക്കാനും സംസാരിക്കാനും നിനക്കിഷ്ടം കാണില്ല എന്നെനിക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വലിയ സോറി പറയണമെന്നുണ്ട്. മുൻസീറ്റിലിരുന്ന സാം അവളെ തിരിഞ്ഞു നോക്കി. സോറിയോ? എന്തിന്? ശരണിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കാര്യം ഞങ്ങൾക്കും വലിയൊരു ഷോക്കായിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ ഇറങ്ങിപ്പോക്കും ഈ കാര്യങ്ങളുമെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കും വലിയ പിടുത്തമുണ്ടായിരുന്നില്ല. ആ സമയത്ത് നിന്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ആദ്യം പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ശരൺ എവിടെയെന്ന് നീ ചോദിച്ചപ്പോൾ നിന്റെ മാനസികാവസ്ഥയെ പരിഗണിക്കാതെ പെട്ടെന്ന് ഞങ്ങൾ എല്ലാ കാര്യവും പറഞ്ഞുപോയി. ആ സത്യം നിന്നെ രാത്രി ആശുപത്രി കിടക്ക വരെ എത്തിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. സാം ആ ദിവസത്തെ കുറിച്ചോർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. ഒരു പക്ഷേ കുറച്ചുകൂടി സമയമെടുത്ത് സമാധാനത്തോടെ ആ കാര്യങ്ങൾ നിന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ അത്രയും മോശമായ അവസ്ഥയിലൂടെ നീ കടന്നു പോകേണ്ടി വരില്ലായിരുന്നു എന്ന് തോന്നാറുണ്ട്. വി ആർ റിയല്ലി സോറി. അഖിൽ മിററിലൂടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളതോർത്ത് ഇത്ര വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് ഏറ്റവും ആവശ്യം സത്യങ്ങൾ തന്നെയായിരുന്നു. പലതിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി ഞാൻ പണിതുവെച്ച ഒരു സാങ്കല്പിക ലോകത്തു നിന്നും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ എന്നെ അത് സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് ആശ്വാസം നൽകുന്നതിലും നല്ലത് സത്യങ്ങൾ നൽകി വേദനിപ്പിക്കുന്നത് തന്നെയാണ്. അത് കേട്ടുകഴിഞ്ഞ ശേഷം ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയെന്ന് ഇന്നെനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, അന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ജീവിതത്തിലെ എന്തൊക്കെ സന്തോഷങ്ങൾ എനിക്ക് നഷ്ടമായേനെ എന്ന്. അതൊരു വലിയ മണ്ടത്തരമായിരുന്നു. പക്ഷേ സാരല്ല, ഇനി ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം കിട്ടിയ ജീവിതത്തോട് കടപ്പെട്ട് ജീവിക്കാൻ ആ അനുഭവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് സാമിൻ്റെ ഷോൾഡറിൽ തട്ടി. എനിക്കൊന്ന് ഫ്രഷ് ആവണം, കുറച്ച് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് പോയാൽ പോരെ ശരണിൻ്റെ അടുത്തേക്ക്? മതി, അപ്പോഴും നിനക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. അത്രയും നേരം ഒന്നും സംസാരിക്കാതെ സീറ്റിലേക്ക് തലചായ്ച്ച് വെച്ച് കിടന്ന രാഹുൽ അവളെ നോക്കി പറഞ്ഞു. ഹോട്ടലിലെത്തി രാഹുലും അഖിലും ഡിക്കിയിൽ നിന്നും പെട്ടിയിറക്കുന്നതിനിടെ സാം അവൾക്കൊരു റൂം ബുക്ക് ചെയ്ത് അവളെ ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു. അളിയ, നീ ശരിക്കും അവളോടെല്ലാം പറഞ്ഞോ? അതിഥി പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സാം രാഹുലിനടുത്തേക്ക് ഓടി വന്നു. ആ പറഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞാൽ നിനക്കവളെ ഇഷ്ടമായിരുന്നു എന്ന കാര്യവും?
അഖിൽ വിശ്വാസം വരാതെ ലിഫ്റ്റിലേക്ക് കയറാനൊരുങ്ങി അവനെ പിടിച്ചു നിർത്തി. അതും പറഞ്ഞു. രാഹുൽ വീണ്ടും ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി അകത്തു കയറി. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കേട്ടതുകൊണ്ട് അവൾക്ക് എന്തൊക്കെ മനസ്സിലായി കാണും എന്നുവരെ എനിക്കുറപ്പില്ല. നിനക്കവളെ ഇഷ്ടമാണെന്ന കാര്യം മനസ്സിലാക്കി അവൾ ആ ഇഷ്ടം സ്വീകരിച്ചാൽ നീ നാളെ പോവാതിരിക്കുമോ? സാം ബെഡിൽ രാഹുലിന്റെ അടുത്ത് വന്നിരുന്നു. അവനതിന് മറുപടി പറയാതെ ബെഡിലേക്ക് കവിഴ്ന്നു കിടന്ന് തലയിണയിൽ മുഖം അമർത്തി കണ്ണുകളടച്ചു. അതിഥി എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് 3 മണിയോടെയാണ് അവർ ലഞ്ച് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലെത്തിയത്. സാമും അഖിലും ലഞ്ച് കഴിച്ച് റെഡിയാവാൻ റൂമിലേക്ക് പോയപ്പോൾ അതിഥിയും രാഹുലും ഹോട്ടലിന്റെ കോർട്ട്യാർഡിൽ വെറുതെ നടക്കാനിറങ്ങി. നീ ഓക്കെ ആണോ? എന്തോ ആലോചിച്ചു നടന്ന അതിഥി അവന്റെ ചോദ്യം കേട്ട് പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർന്നു. അറിയില്ല. കുറേ കാലങ്ങളായി എൻ്റെ ഓർമ്മകളിൽ എവിടെയും അവനുണ്ടായിരുന്നില്ല. നമുക്ക് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്ന ചില സ്വപ്നങ്ങൾ കണ്ടു ഞെട്ടി എഴുന്നേൽക്കാറില്ലേ? അവനെക്കുറിച്ചുള്ള ഓർമ്മകളും എനിക്കിപ്പോൾ ഒരു സ്വപ്നം പോലെ ഉള്ളൂ. എല്ലാം അവസാനിപ്പിച്ച് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും എനിക്കവനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവനെന്തോ കാരണം ഉണ്ടാവുമെന്ന് അന്നും ഞാൻ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം തെറ്റിയിരുന്നില്ല എന്നാലോചിക്കുമ്പോൾ ഒരാശ്വാസം. അവൾ അവിടെയുണ്ടായിരുന്ന ബെഞ്ചിലേക്കിരുന്നു. ഒരിക്കൽ ഒരുപാട് സ്നേഹിച്ച തമ്മിലറിഞ്ഞ 2 പേർ തീർത്തും അപരിചിതരായി വേറിട്ട ജീവിതങ്ങളുമായി നടന്നു കഴിഞ്ഞ ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവർക്ക് എന്താവും തമ്മിൽ പറയാനുണ്ടാവുക? രാഹുൽ അവളെ നോക്കാതെ സ്വയം ഉത്തരം കണ്ടുപിടിക്കാനുള്ള ചോദ്യമെന്നോണമാണ് അത് പറഞ്ഞത്. ചിലപ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല, അല്ലെങ്കിൽ പണ്ട് പറയാൻ ബാക്കിയാക്കിയ എന്തെങ്കിലും. അങ്ങനെ ബാക്കി വെച്ച എന്തെങ്കിലും നിനക്ക് അവനോട് പറയാനുണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും അവനെ എന്നെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ പ്രണയിച്ചവർക്ക് മൗനത്തിന്റെ ഭാഷ നല്ല വശമുണ്ടാവും. രാഹുൽ, പണ്ടൊരിക്കൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എഴുത്തുകാരുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾക്ക് അവരുടെ ഭാവനയിൽ മാത്രമേ ജീവനുണ്ടാവൂ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകളെ കാണാൻ കഴിയില്ലെന്ന്. ഒരിക്കൽ പൂർത്തിയാക്കാതെ പോയ ആ സംസാരം അവളിപ്പോഴും വ്യക്തമായി ഓർത്തുവയ്ക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവനൽപ്പം അത്ഭുതം തോന്നി. ആ അഭിപ്രായത്തോട് എനിക്കിന്നും വിയോജിപ്പുണ്ട്. അവരെഴുതുന്നത് എവിടെയൊക്കെയോ അവർ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ജീവിതങ്ങൾ തന്നെയാണ്. എല്ലാ ഫിക്ഷന്റെ ഉള്ളിലും സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാൻ കഴിയുന്ന എഴുത്തുകാരന്റെ ജീവിതവുമായി ചേർന്നു കിടക്കുന്ന ഏടുകൾ ഉണ്ടാവും. അഖിലും സാമും ഫ്രഷായി വന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. അവരെ വിളിച്ചു. ജീവിതത്തിൽ കടന്നു ചെല്ലാൻ വിദൂര സാധ്യത പോലും ഇല്ലാതിരുന്ന ഇന്നലകളിലെ വഴികളിലേക്ക് വീണ്ടും നടക്കാനൊരുങ്ങുമ്പോൾ മനസ്സെവിടെയും കൈവിട്ടു പോകരുതെന്ന് അവളോട് തന്നെ ആവർത്തിച്ചു. ബിസിനസ് ആവശ്യത്തിനായി ഒരുപാട് തവണ മുംബൈയിൽ വന്ന് പോയിട്ടുണ്ടെങ്കിലും ഈ വൈകുന്നേരം ബാന്ദ്ര സീഫേസിലൂടെ കടന്നു പോകുമ്പോൾ അവളവിടെ ആദ്യമായി വരുന്ന പോലെ അവൾക്ക് തോന്നി. സത്യത്തിൽ മാറ്റം സംഭവിച്ചത് ആ നഗരത്തിനായിരുന്നില്ല, അവിടെ എത്തിച്ചേരാനുള്ള അവളുടെ കാരണങ്ങൾക്കായിരുന്നു. അഖിൽ, ഒന്നിവിടെ നിർത്താമോ? മൗണ്ട് മേരി റോഡിൽ വണ്ടി നിർത്തി അവൾ കാറിൽ നിന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്തു. അടുത്തുണ്ടായ ഫ്ലവർ ഷോപ്പിലേക്ക് നടന്നു. പല നിറത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞു നിന്ന ഷോപ്പിന് നടുവിൽ നിന്നുകൊണ്ട് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കൾക്ക് വേണ്ടി അവളുടെ കണ്ണുകൾ പരതി. ഒരു ഓർക്കിഡ് ബൊക്കെ. ഡെയ്സി പൂക്കൾക്കരികിയായി നിറഞ്ഞു നിന്ന ഓർക്കിഡ് പൂക്കളിലേക്ക് അവൾ വിരൽ ചൂണ്ടി. കടക്കാരൻ ബൊക്കെയുണ്ടാക്കാനായി വയലറ്റ് ഓർക്കിഡുകൾ ശ്രദ്ധയോടെ എടുത്തു. എല്ലാ കളറിലുള്ള ഓർക്കിഡുകളും വേണം. അവൾ വെള്ളയും റോസും ഓറഞ്ചും പൂക്കൾ കയ്യിലെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ഓരോ ഓർക്കിഡും ഭംഗിയായി അടുക്കി വെച്ച് അയാൾ ബൊക്കെയുണ്ടാക്കുന്നത് നോക്കി നിൽക്കെ ആദ്യമായി ഓർക്കിഡുമായി ശരൺ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ വൈകുന്നേരം അവൾക്ക് ഓർമ്മ വന്നു. ഓരോ കൂടിക്കാഴ്ചയിലും മനോഹരമായ ചിരിക്കൊപ്പം ഓർക്കിഡ് പൂക്കളുമായി ഓടിയെത്തുന്ന അവൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അന്നൊരിക്കലും ജീവിതം വഴിതെറ്റി ഒഴുകി തന്നെ ഇവിടെ വരെ എത്തിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ഇന്നിപ്പോൾ മറ്റൊരു നഗരത്തിൽ അവന് വേണ്ടി ആദ്യമായി പൂക്കൾ വാങ്ങുമ്പോൾ അത് തനിക്ക് സന്തോഷമാണോ സങ്കടമാണോ നൽകുന്നതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ബ്രൗൺ കടലാസിൽ പൊതിഞ്ഞു വെള്ള റിബൺ കെട്ടിയ ഓർക്കിഡ് പൂക്കൾ അയാൾ അവൾക്ക് നേരെ നീട്ടി. 2 കൈകൾ കൊണ്ടും പൂക്കൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ശ്രദ്ധയോടെ റോഡ് ക്രോസ് ചെയ്തു. രാഹുൽ അതിശയത്തോടെ അവളെ നോക്കി. 3ാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങി അവർ ശരണിന്റെ ഫ്ളാറ്റിലേക്ക് നടന്നു. സാമും അഖിലും അതിഥിക്ക് ഒരുപാട് ചിന്തകൾക്കിടം കൊടുക്കാതെ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഡോറിന് മുൻപിലെത്തി സാം കോളിംഗ് ബെൽ അടിച്ചതും അവൾ അറിയാതെ ഒരു സ്റ്റെപ്പ് പിറകോട്ട് വെച്ചു. തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കാൻ പോലും ഇടം കൊടുക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ അവർക്ക് മുൻപിൽ ഡോർ തുറക്കപ്പെട്ടു. മിഴി വിടർന്ന ചിരിയോടെ അവരെ അകത്തേക്ക് സ്വാഗതം ചെയ്തു. അവൾ ദേഹത്തടിച്ച വാനില പെർഫ്യൂമിന്റെ മണം അവിടമാകെ പരന്നു. ഞങ്ങൾ എത്ര നേരമായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്നറിയാമോ? വാ. അവൾ സാമിനെയും അഖിലിനെയും രാഹുലിനെയും കെട്ടിപ്പിടിച്ചു. അതിഥിക്ക് നേരെ തിരിഞ്ഞതും അവളെ പരിചയമില്ലാതിരുന്നതിനാൽ സംശയഭാവത്തിൽ സാമിനെ നോക്കി. സോറി, 4 ഗസ്റ്റുള്ള കാര്യം ശരൺ എന്നോട് പറഞ്ഞിരുന്നില്ല. അവൾ അതിഥിയെ അകത്തേക്ക് ക്ഷണിക്കുന്നതിനിടെ പറഞ്ഞു. ഇവൾ വരുന്ന കാര്യം അവനും അറിയില്ല. ഇവൾക്ക് ലീവ് കിട്ടുമോ എന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് പ്ലാനായിരുന്നു.
എന്തു പറയണമെന്നറിയാതെ മിഴിച്ചുനിന്ന സാമിന് മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് അഖിൽ അതിഥിയെ അവൾക്ക് പരിചയപ്പെടുത്തി. ഹായ്, ഐ ആം അതിഥി. ബാംഗ്ലൂരിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ കൊൽക്കത്ത വർക്ക് ചെയ്യുന്നു. അവർ പരസ്പരം കൈകൊടുത്തു. അതിഥി അല്പനേരം മിഴിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അവളുടെ മനസ്സിലുള്ള സമാധാനവും സന്തോഷവും പുറത്തും പ്രകടമായിരുന്നു. ശരൺ കിച്ചണിൽ നിങ്ങൾക്കുള്ള ജ്യൂസ് എടുക്കുന്ന തിരക്കിലാണ്. നിങ്ങളിരിക്കെ അവനിപ്പോൾ വരും. മിഴി ശരണിനെ വിളിക്കാൻ കിച്ചണിലേക്ക് പോയപ്പോൾ അവർ ഹാളിലുള്ള സോഫയിലേക്കിരുന്നു. കയ്യിലുള്ള പൂക്കൾ മിഴിക്ക് കൊടുക്കാൻ അവൾ മറന്നുപോയിരുന്നു. ഹാളിൽ AC ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് വല്ലാതെ ചൂടെടുക്കുന്നത് പോലെ തോന്നി. സോഫയിൽ അലക്ഷ്യമായി വെച്ച് ചെറുതായി വിയർത്തു തുടങ്ങിയ അവളുടെ കയ്യിൽ രാഹുൽ പതിയെ പിടിച്ചു. മുംബൈ എയർപോർട്ടിൽ നിന്നും ഈ ഫ്ലാറ്റിലേക്ക് 10 മണിക്കൂറിൽ കൂടുതൽ ദൂരമുണ്ടെന്ന് എനിക്ക് ആദ്യത്തെ അറിവാണ്. അതോ നിങ്ങൾ അവിടുന്ന് കാഴ്ചയും കണ്ടു നടന്നാണോ വന്നത്? ഹാൻഡ് ടവലിൽ കൈതുടച്ചുകൊണ്ട് ശരൺ കിച്ചണിൽ നിന്നും ഹാളിലേക്ക് വന്നു. വൈകി വന്നതിന് വീണ്ടും അവരെ ചീത്ത വിളിക്കാനൊരുങ്ങിയ അവൻ അതിഥിയെ കണ്ടതും വാക്കുകൾ കിട്ടാതെ മരവിച്ചു നിന്നു. പിറകെ ട്രെയിൽ ജ്യൂസുമായി വന്ന മിഴി അതെല്ലാവർക്കും നൽകി. അതിഥി ജ്യൂസിന്റെ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ച ശേഷം കയ്യിലുണ്ടായിരുന്ന ഓർക്കിഡ് പൂക്കൾ മിഴിക്ക് നേരെ നീട്ടി. വാവ്, താങ്ക് യു. ദിസ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഓർക്കിഡിൽ ഇത്രയും കളർ വെറൈറ്റികൾ ഉണ്ടായിരുന്നോ? അവൾ അത് വാങ്ങി ശ്രദ്ധയോടെ നോക്കി. ഈ ഓർക്കിഡിന് ഒരു കഥയുണ്ട്. എന്ത് കഥ? മിഴി ആകാംക്ഷയോടെ അവൾക്ക് കാതോർത്തു. അവൾ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ സാമും രാഹുലും അഖിലും പരസ്പരം നോക്കി. വിദേശത്തൊക്കെ അവരുടെ സ്പെഷ്യൽ മൊമെന്റ്സിൽ എല്ലാ ഓർക്കിഡിന്റെ സാമീപ്യവും ഉണ്ടാകും. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായാണ് അവർ ഓർക്കിഡ് പൂക്കളെ കാണുന്നത്. പിന്നെ ഓരോ കളർ പൂവും ഓരോ സന്തോഷത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ രണ്ടുപേർക്കും ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ, അവൾ ശരണിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാതെ നിന്ന ശരണിന്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. പിന്നെ ചുമ്മാ ഓരോ കഥയും ഉണ്ടാക്കി വന്നേക്കുവാ. അങ്ങനെ ഓർക്കിഡിന് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. സാമിന് അതിഥി പറഞ്ഞത് അത്ര വിശ്വാസമായില്ല. ആവോ, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതെന്താ? സാം വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. നമുക്കിഷ്ടമുള്ള ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ കള്ളമാണെന്നറിഞ്ഞും നമ്മൾ വിശ്വസിക്കാറില്ലേ? എന്നോട് ഈ കഥ പറഞ്ഞതും അങ്ങനെ ഒരാളായതുകൊണ്ട്. ശരണിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ടേബിളിൽ നിന്നും ജ്യൂസ് എടുത്ത് സോഫയിൽ വന്നിരുന്നു. എന്നോടിപ്പോൾ അതിഥിയാണല്ലോ ഈ കഥ പറഞ്ഞത്, അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു. ഇത് വെള്ളത്തിലിട്ട് വയ്ക്കട്ടെ, അല്ലെങ്കിൽ വാടിപ്പോകും. മിഴി പൂക്കളുമായി അകത്തേക്ക് പോയപ്പോൾ പെട്ടെന്നവിടം നിശബ്ദമായി. സാമും അഖിലും ശരണിനെയും അതിഥിയെയും മാറി മാറി നോക്കി. ഞാൻ വിളിച്ചിട്ടാണ് അതിഥി വന്നത്. നിന്നോട് ആദ്യമേ പറഞ്ഞു വെറുതെ ടെൻഷൻ ആക്കേണ്ടെന്ന് കരുതി. പിന്നെ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് കയറുന്നവരെ ഇവൾ വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. തമ്മിൽ കണ്ടിട്ട് 1 വർഷമായില്ലേ? ഒരുപാട് വർഷമായില്ലേ? നിങ്ങൾ സംസാരിക്ക്, രാഹുൽ രണ്ടുപേരോടുമായി പറഞ്ഞു. സാമിനെയും അഖിലിനെയും വിളിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. എനിക്ക് വേണ്ടി നീ ഇത്രയും ദൂരം വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അല്പനേരത്തെ മൗനത്തിനു ശേഷം ശരൺ പറഞ്ഞു. ഞാനും. സത്യത്തിൽ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയാണ്. നമുക്കൊരുപാട് വേണ്ടപ്പെട്ടവർ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ ഒരു സമാധാനമുണ്ടാവില്ലേ? എനിക്കത് വേണമായിരുന്നു. സുഖാണോ നിനക്ക്? അവൻ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. സുഖവും സമാധാനവും ഒന്നാണെങ്കിൽ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. വലിയ ട്വിസ്റ്റുകളും ട്രാജഡികളും ഒന്നുമില്ലാതെ ജീവിതം എൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഒരു ട്രാക്ക് പിടിച്ചു പോകുന്നുണ്ട്. അതിഥി, ഒരു മാപ്പ് കൊണ്ട് ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് പരിഹാരം കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതല്ലാതെ ഒന്നുമില്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. നീ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നിന്റെ ഉള്ളിൽ എന്നോട് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. അവൻ വിഷമത്തോടെ പറഞ്ഞു. ജീവിതത്തിൽ ചിലരോട് മാത്രം പങ്കുവെക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളില്ലേ? അവരില്ലാതാകുമ്പോൾ അർത്ഥമില്ലാതാകുന്ന ചില വിശേഷങ്ങൾ. അങ്ങനെ നീയില്ലാതെ ഒരുപാട് സന്തോഷങ്ങൾ ഒന്നുമല്ലാതെ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഉപേക്ഷിച്ചു പോയിട്ടും നിന്നെ വീണ്ടും സ്നേഹിക്കുന്ന എന്നോടും. പക്ഷേ പതിയെ നീ ഇല്ലായ്മയുമായി ഞാൻ പൊരുത്തപ്പെട്ടു തുടങ്ങി. കരഞ്ഞുറങ്ങിയ രാത്രികളുടെ എണ്ണം കുറഞ്ഞു വന്നു. ഇനി ഒരിക്കലും നമ്മളിലേക്ക് തിരിഞ്ഞു നടക്കാൻ കഴിയില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. മുന്നോട്ട് നടക്കുക എന്നാൽ എല്ലാം മറക്കുക എന്നതല്ലല്ലോ. വേദനയില്ലാതെ ഒരാളെക്കുറിച്ച് ഓർക്കാൻ കഴിയുക എന്നതുകൂടിയല്ലേ. അതെനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ ദേഷ്യമോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, കഴിഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും വേദന നൽകാനായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാമായിരുന്നു എന്ന്. അവൻ നിസ്സഹായതയോടെ തലകുനിച്ചു. മതി ശരൺ, വർഷം ഇത്ര കഴിഞ്ഞില്ലേ? ഇനിയും അതോർത്തു സ്വയം കുറ്റപ്പെടുത്തിയിട്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. പിന്നെ മിഴി തിരിച്ചു വന്നില്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചേനെ എന്നതിൽ എന്തുറപ്പാണുള്ളത്? ഇഷ്ടങ്ങളൊക്കെ മാറാവുന്നതല്ലേയുള്ളൂ. ബാംഗ്ലൂരിൽ കണ്ടുമുട്ടിയ നമ്മളിൽ നിന്നും ദേ ഇപ്പോൾ നമ്മൾ ഒരുപാട് മാറിയില്ലേ? മുന്നോട്ട് നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ബാക്കിയുണ്ട്. പിന്നെ സംഭവിച്ചതിനെല്ലാം കാരണം നീയാണെന്ന് വിശ്വസിക്കുന്നതിലും അർത്ഥമില്ല. നീ എടുത്ത തീരുമാനങ്ങൾ എല്ലാം
നിന്റെ അന്നത്തെ ശരികളായിരുന്നു. അന്നത്തെ ശരികൾ ഇന്ന് ചിലപ്പോൾ തെറ്റുകളായേക്കാം. പക്ഷേ നമുക്കതിൽ എന്താണ് ചെയ്യാനുള്ളത്? തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്താം, മാപ്പ് ചോദിക്കാം. പിന്നെ നമ്മളെല്ലാം മനുഷ്യരാണ്. എപ്പോഴും ശരികളിൽ മാത്രം ജീവിക്കുക എന്നത് സാധ്യമല്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കാരണം ആരെങ്കിലുമൊക്കെ വേദനിക്കപ്പെട്ടേക്കാം. അതിനെല്ലാം പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞെന്നും വരില്ല. ജീവിതം അങ്ങനെയൊക്കെയാണ്. നമ്മളിൽ എത്ര നന്മയുണ്ടായാലും ചിലരുടെ കഥയിലെ വില്ലൻ വേഷം നമ്മൾ അണിഞ്ഞേ തീരൂ. എനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ഇപ്പോഴുള്ള എന്നിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ കണ്ടെത്താൻ നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. നിന്നെ സ്നേഹിച്ചു പോയതിന് സ്വയം കുറ്റപ്പെടുത്തിയ സമയങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാനിപ്പോൾ പഠിച്ചു. നിന്നെ പരിചയപ്പെട്ടതിൽ, സംസാരിച്ചതിൽ, കുറച്ചൊക്കെ അറിയാൻ ശ്രമിച്ചതിൽ, തകർന്നു പോയേക്കാവുന്ന ഒരു സമയത്ത് കൂടെ നിന്നതിൽ, എൻ്റെ സന്തോഷത്തിൻ്റെ കാരണമായതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അന്ന് നീ ഇറങ്ങിപ്പോയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സ്വയം സ്നേഹിക്കാനോ വിശ്വസിക്കാനോ എനിക്ക് കഴിയില്ലായിരുന്നു. താങ്ക്സ് ശരൺ. അവൾ സന്തോഷത്തോടെ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഓർക്കിഡ് പൂക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞ കഥ കള്ളമല്ല. ഞാൻ നിന്നോടൊരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അവൻ നിറഞ്ഞ കണ്ണുകളോടെ ചിരിക്കാൻ ശ്രമിച്ചു. രാത്രി ഡിന്നറിന് വേണ്ടി മിഴി ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. പണ്ടത്തെ ബാംഗ്ലൂർ വിശേഷങ്ങളും ശരണിൻ്റെയും മിഴിയുടെയും മുംബൈ ജീവിതത്തെക്കുറിച്ചുള്ള കഥകളുമെല്ലാം സംസാരിച്ചിരുന്ന് ഡിന്നർ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. അതേ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നപ്പോൾ ഇതിലൊന്ന് തൊടാൻ പോലും ഇവൻ സമ്മതിക്കില്ലായിരുന്നു. ഇന്നെങ്കിലും ഇവനിത് വായിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. മിഴി പ്ലീസ്, നീ പറഞ്ഞാൽ ഇവൻ കേൾക്കും. സാം ഹാളിൽ നിന്നും ശരണിൻ്റെ ഗിറ്റാർ എടുത്ത് ബാൽക്കണിയിലേക്ക് വന്നു. ചെറിയ മഞ്ഞ LED ബൾബുകളിലൂടെ വെളിച്ചമുള്ള ബാൽക്കണിയിൽ ഉയരമില്ലാത്ത കസേരയിലും നിലത്തുമായി അവരെല്ലാവരും ഇരുന്നു. ശരിയാ, പൊടിതട്ടി വയ്ക്കുന്നതല്ലാതെ കൈകൊണ്ട് തൊട്ട് ഞാനും കണ്ടില്ല. അഖിലും സാമിനെ പിന്താങ്ങി. നല്ല മടിയനാണ്, ഒരുപാട് നിർബന്ധിക്കണം ഇവനിതൊന്ന് വായിച്ചു കേൾക്കണമെങ്കിൽ. മിഴി സാമിൻ്റെ കയ്യിൽ നിന്നും ഗിറ്റാർ വാങ്ങി ശരണിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള റിക്വസ്റ്റാണ്, നിനക്കിനി തള്ളിക്കളയാൻ പറ്റില്ല. രാഹുൽ ബീൻ ബാഗ് എടുത്തുകൊണ്ടുവന്ന് ബാൽക്കണിയിലിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് പാട്ട് പാടാനാണ്? ശരൺ ചുമരിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഒരു പാട്ടിനു വേണ്ടി ആലോചിച്ചു. പിന്നെ പെട്ടെന്നെന്തോ ഓർത്ത് ഗിറ്റാർ ട്യൂൺ ചെയ്ത് പതിയെ പാടി തുടങ്ങി. അരികിൽ നിന്നകലാതെ ഇരിക്കാം, മിഴി രണ്ടും നനയുമ്പോൾ തുണയായിരിക്കാം, ഒരുമിച്ചൊരനുരാഗ പുഴയായിനി ഒഴുകാം, ഒരുമിച്ചാ മാനത്തെ മുകിലായി തീരാം. നല്ല നിലാവുള്ള ആ രാത്രി പാട്ട് ആസ്വദിച്ചുകൊണ്ട് മിഴി ശരണിൻ്റെ ഷോൾഡറിലേക്ക് തലചായ്ച്ചു കിടന്നു. അതിഥി ഒരു നേർത്ത ചിരിയോടെ അല്പം അകലെയിരുന്ന് അവരെ സന്തോഷത്തോടെ നോക്കി. രാഹുലിൻ്റെ കണ്ണുകൾ എന്നത്തെയും പോലെ ആരും അറിയാതെ അതിഥിയിൽ നിറഞ്ഞു നിന്നു. ഇപ്പോൾ ഈ ബാൽക്കണിയിലേക്ക് ഒരു ക്യാമറ തിരിച്ചാൽ അതിൽ പതിയുന്ന ഈ ഫ്രെയിമിനേക്കാൾ മനോഹരമായ മറ്റൊന്നും ഈ രാത്രിയിൽ ഉണ്ടാവില്ലെന്ന് സാം വെറുതെ ഓർത്തു. നെക്സ്റ്റ് പാർട്ട്. പാതി മനസ്സോടെ പ്രിയപ്പെട്ടവരോട് യാത്ര പറയാൻ ഒരുങ്ങുന്നവരുടെ വിങ്ങിയ മനവും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മടങ്ങിയെത്തുന്നവരുടെ കണ്ണുകളിലെ സന്തോഷത്തിന്റെ തിളക്കവും നോക്കി അതിഥി എയർപോർട്ടിന് പുറത്തെ കമ്പിയിൽ ചാരി നിന്നു. എത്ര വേണ്ടെന്നു പറഞ്ഞാലും സ്വപ്നങ്ങൾ വലിയ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ സ്നേഹം ഒരുപാട് പിറകോട്ട് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ലക്ഷ്യങ്ങൾ വലുതാകുമ്പോൾ ചില യാത്ര പറച്ചിലുകൾ അനിവാര്യമാണ്. ബാഗുകൾ കാറിൽ നിന്നും ഇറക്കി വയ്ക്കുന്നതിനിടെ രാഹുൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും സാമും അഖിലും വെറുതെ മൂളുകയല്ലാതെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അതിഥി മെല്ലെ അവർക്കടുത്തേക്ക് നടന്നു. ഇത്രയും നാളും ചോദിച്ച പോലെ നീ എന്നാണ് തിരിച്ചു വരുന്നത് എന്നിനിയും ചോദിക്കുന്നില്ല. ഇവിടം വിട്ട് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും നിന്റെ കൂടെ നിൽക്കുക എന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നിനക്ക് വേണ്ടി ഒരിടം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുമിച്ച് പങ്കിട്ട ചില നല്ല നിമിഷങ്ങളുടെ ഓർമ്മകളിൽ ഏതെങ്കിലും നിന്റെ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ വരണം. സാം രാഹുലിനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. എയർപോർട്ടിൽ വന്നിട്ട് ഇമാതിരി ഇമോഷണൽ ഡ്രാമ കാണിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞതാ. നീ അവനെ വിട്ടേ, അവൻ പോയി വരട്ടെ. ഇവന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജർമ്മനിക്ക് നമുക്കും കിട്ടുമല്ലോ ടിക്കറ്റ്. ഇവൻ വന്നില്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം. അഖിൽ സാമിനെ അല്പം ബലമായി പിടിച്ചു മാറ്റി. എടാ, എനിക്കിതത്ര എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. പക്ഷെ കുറച്ചുകാലം എനിക്കൊന്ന് മാറി നിന്നേ തീരൂ. പിന്നെ നിങ്ങൾ കൂടെയുള്ള ഇന്നലകൾ ചേർന്നതാണ് എൻ്റെ ജീവിതം. അത് പൂർണ്ണമായി തുടച്ചുമാറ്റി മുന്നോട്ട് നടക്കണമെന്ന ഒരാഗ്രഹവും എനിക്കില്ല. ഞാൻ വരും, ഉറപ്പായും വരും. രാഹുൽ രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണിലും നനവ് പടർന്നു. അഖിൽ സാമിനെ സമാധാനിപ്പിക്കാനായി അവിടുന്ന് മാറ്റി നിർത്തിയപ്പോൾ അതിഥി രാഹുലിനടുത്തേക്ക് നടന്നു. ശരണിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ എന്നും നല്ല ഓർമ്മകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നീ ഇന്നലെ പറഞ്ഞില്ലേ? ഇത്രയും അറിഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ നിന്നെ എങ്ങനെയാണ് ഓർത്തു വയ്ക്കേണ്ടത്? കൊൽക്കത്തയിൽ വെച്ച് അവൻ പറഞ്ഞ കഥകളുടെ അവസാനം അവനോട് ചോദിക്കാൻ ഈയൊരു ചോദ്യം കൂടെ അവൾ ബാക്കി വെച്ചിരുന്നു. ഞാൻ നിനക്ക് മഹാദേവിൻ്റെ പേരിൽ എഴുതിയ അവസാന ലെറ്റർ ഓർമ്മയില്ലേ?
അതിനുശേഷവും ഒരു ലെറ്റർ കൂടി അയക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലെ ഫ്രം അഡ്രസ്സിൽ എൻ്റെ പേരാണെന്ന് മാത്രം. സമയം കിട്ടുമ്പോൾ വായിക്കണം. സാധിച്ചാൽ മറുപടി തരണം. അവൻ പോക്കറ്റിൽ നിന്നും ഒരു ലെറ്റർ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. മനസ്സിൽ 1000 ചോദ്യങ്ങളോടെ അവൾ ആ ലെറ്റർ വാങ്ങി ഇളം ചൂടുള്ള ഉള്ളം കയ്യിൽ മുറുക്കെ പിടിച്ചു. എല്ലാവരോടും അവസാനമായി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നകലുന്നത് കണ്ണിൽ നിന്ന് മായുന്നത് വരെ അവൾ വെറുതെ നോക്കി നിന്നു. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. ഉണർന്നിരിക്കുമ്പോഴും മനസ്സിനെ അലട്ടുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളെ സ്വപ്നങ്ങളെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ നാളിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള സ്വപ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്റെ പേര് പറയും. നീ പോലും അറിയാതെ എൻ്റെ ഇരുൾ മൂടി ഇന്നലകളിൽ നിന്നും നീ എന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയിട്ടുണ്ട്. തിരക്കുള്ള ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു രാവിലെ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ നീ എത്ര ശ്രമിച്ചിട്ടും ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാതെ പോയ കണ്ണിലെ പരിഭ്രമവും ഭയവും ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുത്തവനാണ് ഞാൻ. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കൂടിക്കാഴ്ചയിലും നിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും വീർപ്പുമുട്ടലുകളും എല്ലാം എൻ്റേത് കൂടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാം നഷ്ടമായൊരിടത്തു നിന്നും ഒരാൾ പതിയെ ജീവിതം വീണ്ടെടുക്കുന്നത് ദൂരെ നിന്ന് നോക്കിക്കാണാൻ തന്നെ എന്തു ഭംഗിയാണെന്നറിയാമോ? എനിക്ക് മാത്രമല്ല, സ്വന്തം ജീവിതം കൊണ്ട് ഒരുപാട് പേരെ നീ ചേർത്തു നിർത്തിയിട്ടുണ്ട്. അവരുടെ ഏകാന്തതയിൽ അവർക്ക് കൂട്ടായിട്ടുണ്ട്. നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിട്ടുണ്ട്. മറ്റൊരാളുടെ ഓർമ്മകളിൽ നമ്മൾ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും സ്വാർത്ഥതയാണ്. എങ്കിലും ഇനി എപ്പോഴെങ്കിലും ഒരാളെ പ്രണയിക്കണമെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ മനസ്സിൽ ആദ്യം വരുന്ന മുഖമായും അലസമായ സന്ധ്യകളിൽ ആർക്കെങ്കിലും ഒരു കത്തെഴുതാൻ തോന്നുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നതിന് ശേഷം എഴുതി ചേർക്കാവുന്ന പേരായും ഞാൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ, ഒരുപാട് സ്നേഹത്തോടെ, രാഹുൽ. നോവൽ അവസാനിച്ചു.